അർച്ചന, രാജ്യം കണ്ട ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതി അതാണ് മുഖ്യമന്ത്രി അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 394 കുടുംബങ്ങൾ അല്പസമയത്തിനകം സ്വന്തമായ ഒരു വീടിൻ്റെ ഉടമസ്ഥരാവുകയാണെന്നേ ഏറ്റവും മനോഹരമായ ഇതിലപ്പുറമുള്ള ഒരു സന്തോഷം ഇന്നത്തെ ദിവസത്തെ അടയാളപ്പെടുത്താൻ ഈ സംസ്ഥാനത്തിന് വേറെ എന്ത് വേണം? മനു, തീർച്ചയായും ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മൾ മലയാളികളെല്ലാം. കൊച്ചി കണ്ടൊരു സ്വപ്നം അതെന്ന് കേരളത്തിൻ്റെ ആകെ അഭിമാനമായി ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന 2 കെട്ടിടങ്ങളാണ് നമ്മൾക്ക് പിന്നിലുള്ളത്. അതിന്ന് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. 5:30 മുഖ്യമന്ത്രി ഇതിൻ്റെ താക്കോൽ കൈമാറുന്നതോടുകൂടി ഒരുപാട് മനുഷ്യരുടെ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിയുകയാണ്. 394 കുടുംബങ്ങളാണ് സമാധാനത്തോടെ സ്വസ്ഥമായി ഇനി ഈ കെട്ടിടങ്ങളിൽ ഉറങ്ങാൻ പോകുന്നത്. പുറമ്പോക്കിൽ കഴിഞ്ഞിരുന്ന, ദുരിതം അനുഭവിച്ചിരുന്ന, ഉറങ്ങാൻ കഴിയാതെ ഇനി സ്വസ്ഥതയോടെ കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ട ഇവിടെ അന്തി ഉറങ്ങാൻ പോകുന്നത്. അതിന് താക്കോൽ ദാനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നതോടുകൂടി ഒരുപാട് മനുഷ്യരുടെ ഏറെ നാളത്തെ പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നമാണ്. അതാണ് ഇവിടെ പൂവണിഞ്ഞത്. അതിനൊരു സർക്കാർ സംവിധാനം കൂടെ നിൽക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ്റെ അഭിമാനമായിരുന്നു. കൊച്ചി കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ അധികാരത്തിലേറിയത് മുതൽ മേയറുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പദ്ധതി എന്നത്. അതാണെന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. എന്തായാലും അല്പസമയം മാത്രമാണ് ഇനി ഇവിടുത്തെ മനുഷ്യർക്ക് കാത്തിരിക്കേണ്ടത്. ഭൂമിയില്ലാത്ത 394 കുടുംബങ്ങൾക്കാണ് മുഖ്യമന്ത്രി താക്കോൽ കൈമാറാൻ പോകുന്നത്. നമുക്ക് ഇവിടെ, അതായത് ഈ വീട് കിട്ടിയ ഒരു ഉമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മളോട് ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെച്ചു. ഇപ്പോൾ കൈരളിക്കൊപ്പം ചേരുകയാണ്. സന്തോഷമായില്ലേ? സന്തോഷം, ഒരുപാട് സന്തോഷം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്താണെന്ന് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു താണും തണലുമായിട്ടൊരു കുടുംബം, ചോർന്ന വീട്ടിലായിട്ടും വാടക വീട്ടിലായിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഒരു ഇത് കിട്ടിയേക്കണേണ് നമുക്ക്. അപ്പോൾ അതിന് 10 മടങ്ങ് അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയണേണ്. എല്ലാവർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പണം ചെലവാക്കിയ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുണ്ടാകട്ടെ. സമാധാനത്തോടെ ഉറങ്ങാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിട്ടുണ്ട് മോളെ, ഒരുപാടുണ്ടായിട്ടുണ്ട്. ചോർന്നിട്ടും പാത്രം വെച്ചിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട ആൾക്കാരെല്ലാവരും. നമ്മൾ തന്നെയല്ല, മറ്റുള്ള കുടുംബങ്ങളും. അപ്പം അതിനൊക്കെ അള്ളാഹു ഒരു തണലായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കണേണ്. അള്ളാഹു ഏറ്റവും സമ്പത്ത് കൊടുക്കട്ടെ അവർക്ക്. അതേ നമുക്ക് പറയാനുള്ളൂ. കൊച്ചിയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾക്ക് നടുവിലാണ് ഈ കെട്ടിടം. അപ്പോൾ കൊച്ചിയുടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടതിന് സ്വസ്ഥമായി ഉറങ്ങാൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ കേട്ടാ. പിന്നെ നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ഷർഫക്ക മറക്കാൻ പറ്റൂല. നമുക്ക് ഒരുപാടൊക്കെ നന്മകളൊക്കെ ചെയ്ത മനുഷ്യനാണ്. ഒരു കാലത്തും നമ്മൾ മറക്കുകയില്ല മനുഷ്യനെ. കോർപ്പറേഷൻ മേയർ അധികാരത്തിലേറ്റപ്പോൾ പറഞ്ഞൊരു വാക്കുകൂടിയാണ്, വാഗ്ദാനം കൂടിയാണ് പാലിക്കപ്പെട്ടതല്ലേ? അത് തന്നെ. അള്ളാഹു ഒരു മോനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് ആ വാക്ക് പാലിച്ച് മൂപ്പരി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് കിട്ടണത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ മോനെ. നമ്മൾ തന്നെയല്ല, മറ്റുള്ള കുടുംബങ്ങളും. സുരക്ഷിതമായി ഉറങ്ങാം, ആരെയും പേടിക്കണ്ട. പട്ടീനെയും പൂച്ചനെയും പേടിക്കണ്ട, എലീനെയും ഒന്നും പേടിക്കണ്ട. ഇത് പൂച്ചയും മാന്തി എലിയും മാറിയൊക്കെ തിന്നിട്ടൊക്കെ ഭക്ഷണങ്ങളൊക്കെ അത് നമുക്കറിയില്ലല്ലോ. അത് തുറന്നിട്ട് വെക്കുമ്പോൾ വീണ്ടും അത് തിന്നുന്ന ആൾക്കാരും ഉണ്ടാവും. അല്ലാത്തവരാണ്ട് കളയും. നമ്മളെപ്പോഴത്തുള്ളവരൊക്കെ തട്ടിയോ നീക്കി കളഞ്ഞെടുത്ത് ഇതാക്കും. വാടക വീട്ടിലായിരുന്നു താമസിച്ചത്? വാടക വീട്ടിൽ എൻ്റെ മോന് ഒരുപാട് വർഷത്തും എൻ്റെ മോന് ഇപ്പോൾ 7000 രൂപ വാടക കൊടുത്താണ് ഇപ്പം എൻ്റെ മോൻ താമസിക്കണം. ഇപ്പോൾ ദുരിതമൊന്നുമില്ല, മുഖ്യമന്ത്രി ഇന്ന് താക്കോൽ കൈമാറും. അതാണ് അതിൻ്റെ അള്ളാഹു പ്രവർത്തിച്ച ആൾക്കാർക്കൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടാ. അതേ മാക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഈ ഫ്ലാറ്റ് എല്ലാവർക്കും ഓരോരുത്തർക്ക് കിട്ടണ്ടല്ലോ. അവർക്കൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. മനു, ഒരുപാട് ദുരിതം അനുഭവിച്ചവരുടെ വാക്കുകളാണ്, അവരുടെ സന്തോഷമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ സന്തോഷം ഇവിടെ പൂവണിഞ്ഞതിന്റെ ഏറ്റവും ആനന്ദകരമായ മുഹൂർത്തത്തിൽ സംസാരിക്കുമ്പോൾ അതിങ്ങനെ കേട്ടിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നോക്കൂ, ആ പദ്ധതിക്ക് പുറകിൽ പ്രവർത്തിച്ച കൊച്ചി കോർപ്പറേഷൻ, അതിൻ്റെ മേയർ അനിൽകുമാർ, ഒപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ, ഇതിലും വലിയൊരു ഒരു പ്രതിഫലം അവർക്ക് എന്താണ് കിട്ടാനുള്ളത്? ആ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പടച്ചോൻ അവർക്ക് അനുഗ്രഹവും സമ്പത്തും കൊടുക്കട്ടെ എന്ന്. അങ്ങനെ വരുന്ന ആ അനുഗ്രഹങ്ങളും ആ സന്തോഷവുമല്ലേ ഈ സർക്കാരിനും കൊച്ചി കോർപ്പറേഷനും കിട്ടുന്ന ഏറ്റവും വലിയൊരു നന്ദി, പ്രതിഫലം എന്ന് പറയുന്നത്.
തീർച്ചയായും മനു അത് തന്നെയാണ്, അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. കാരണം അവർ പറയുന്നത് ഈ അനുഗ്രഹം ഇതിന് പ്രവർത്തിച്ചവർക്കെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്നതാണ്. അത് തന്നെയാണ് മേയർ പറഞ്ഞത്. മേയറുടെ ഒരു ഏറെ കാലത്തെ സ്വപ്നമാണിത്. മേയർ അന്ന് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ആദ്യം സന്ദർശിച്ച സ്ഥലമാണ് ഈ തുരുത്തി എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം ഇതാ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അങ്ങനെ കൊച്ചി കണ്ടൊരു സ്വപ്നം ഇന്നത് കേരളത്തിൻ്റെ ആകെ സ്വപ്നമാണ്. 41 കോടി രൂപ ചെലവഴിച്ചാണ് കൊച്ചി കോർപ്പറേഷൻ ആദ്യത്തെ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഞാനിങ്ങനെ അർച്ചന സംസാരിക്കുമ്പോഴുണ്ടല്ലോ, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, കൊച്ചി എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വളർച്ചയുള്ള മഹാനഗരങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ മറ്റു നഗരങ്ങളിലൊക്കെ ഈ ചേരി നിവാസികളെയൊക്കെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് കൊച്ചി പോലൊരു നഗരത്തിൽ ഇതുപോലൊരു ഫ്ലാറ്റിന്, എനിക്കറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലൊരു 2 ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ ഒരു 80 ലക്ഷം രൂപ എന്തായാലും കൊടുക്കണം. അങ്ങനെ ഒരു സ്ഥലത്താണ് വലിയ അമ്പരചുംബികളായ വലിയ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. ഇതാ, നിങ്ങൾക്കിനി സ്വന്തമായിട്ട് വീടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഇത് നിങ്ങളുടെ വിലാസമാണ് എന്ന് പറയുന്നത്. ഇതിൽ പരം ഒരു മാതൃകാ പദ്ധതി ലോകത്ത് മറ്റെവിടെ അടയാളപ്പെടുത്താൻ കഴിയും നമുക്ക്? മനു, തീർച്ചയായും ഞാൻ അതിനു മുന്നേ ഒന്ന് ഇടപെടുകയാണ്. നമ്മൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൊച്ചി മേയർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. മേയർ അധികാരത്തിലേറ്റപ്പോൾ കണ്ടൊരു സ്വപ്നമാണ് ഇപ്പോൾ ഇതാ പൂവണിഞ്ഞ് ഒരുപാട് പേരുടെ സന്തോഷങ്ങളാണ്. അതിനിടക്കാണ് മേയർ. എൻ്റെ സ്വപ്നം എന്ന് ഞാൻ പറയില്ല, ഇത് സാധാരണക്കാരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ ഏർപ്പെട്ടത്. ആ പരിശ്രമം വിജയിക്കുമ്പോൾ അവരുടെ സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. ഒരുപാട് മനുഷ്യർക്ക് തലചായ്ക്കാൻ ഒരിടം, സുരക്ഷിതമായി കടന്നാനുറങ്ങാം. ഒരുപാട് മനുഷ്യർക്ക് തലചായ്ക്കാനുള്ള ഇടം പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് തലചായ്ക്കാൻ വെറും ഒരു ഇടമല്ലത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ള, ഒരുപക്ഷെ വലിയ സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ കാണുന്ന ഒരു സൗകര്യത്തോടു കൂടി, അതിൻ്റെ വലിപ്പത്തിലൊക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ എങ്കിലും അതെല്ലാം അവർക്കും അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. നമ്മുടെ അർബൻ ഡെവലപ്മെൻറ്റിൽ, നമ്മുടെ നഗരവികസനത്തിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അതിങ്ങനെയാണ്: സാധാരണക്കാരനുള്ള സ്ഥലം, സാധാരണക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം, അവന് കിടക്കാനുള്ള സ്ഥലം, കോമൺ സ്പേസസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ കൗൺസിൽ ചെയ്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ഓപ്പൺ സ്പേസുകളും നന്നാക്കുന്നതും. 2, ഇതേപോലെ സാധാരണക്കാരനും അവകാശപ്പെട്ടതാണ് ഒരു നഗരം എന്നതാണ് ഞങ്ങൾ കൊടുത്ത സന്ദേശം. ഇത് എൻ്റെ സന്ദേശമല്ല, ഇത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം PND കോളനി പുനരധിവസിപ്പിക്കുന്ന സമയത്ത് അവിടെ ഭൂമി കൊടുത്തത് GCDയുടെ ഏറ്റവും വിലപ്പെട്ട ഭൂമിയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CN മോഹനൻ തീരുമാനിച്ചത്. അതിലെനിക്ക് യാതൊരു പങ്കുമില്ല, ഞാനന്ന് കൗൺസിലർ പോലും അല്ല. പക്ഷേ അവിടെ തന്നെ കൊടുക്കാം എന്ന് GCDA ചെയർമാനായിരുന്ന CN മോഹൻ തീരുമാനിച്ചത് ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തൊരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയമാണ് എന്നെയും മുഖ്യമന്ത്രിയെയും സഖാവ് CN മോഹനെയും അതുപോലെ തന്നെ പലരെയും കോർത്തിണക്കുന്നത്. അതിൻ്റെ കൂടി വിജയമാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ട ഒരു സ്വപ്നം അതിന്ന് കേരളത്തിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുകയാണ്. ആ മുഹൂർത്തത്തിലാണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത്. കേരളം എപ്പോഴും രാജ്യത്തിന് അഭിമാനമാണ്. കേരളം സത്യത്തിൽ എന്തെല്ലാം കൈവരിച്ചു എന്നത് എപ്പോഴും കേരളം ഒരു അത്ഭുതമാണ്. അമർത്യ സെന്നെ പോലെയുള്ള ചിന്തകരെ സംബന്ധിച്ച് പോലും അതൊരു അത്ഭുതമാണ് എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിന് ചില ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ കേരളം എന്തുകൊണ്ട് വ്യത്യസ്തമാണ് എന്നതിൻ്റെ തെളിവാണ് അമ്പരചുംബികളായ ഈ 2 കെട്ടിടങ്ങൾ. ഈ കാര്യത്തിൽ ഏറ്റവും വലിയ സഹായം നൽകിയത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൻജിനീയറിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ മുഴുവൻ സപ്പോർട്ട് ഇതിനുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം കോർത്തിണക്കുന്നത് ഈ രാഷ്ട്രീയമാണ് എന്ന്.
മേയറുടെ വാക്കുകളാണ്. കാരണം മേയർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഠിനമായ പ്രയത്നം അത് തന്നെയാണ് ഇന്ന് ഈ തല ഉയർത്തി നിൽക്കുന്ന രണ്ട് കെട്ടിടങ്ങൾ. ഒരുപാട് മനുഷ്യരുടെ സന്തോഷം നമ്മൾ ഈ ഘട്ടത്തിൽ കാണുകയാണ്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ കൈമാറുന്നതോടുകൂടി ഇവിടുത്തെ 394 കുടുംബങ്ങൾക്ക് ഇവിടെ അന്തിയുറങ്ങാം കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ പണിതത്. എന്തായാലും അവരുടെ സന്തോഷം അത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തന്നെ അഭിമാനമായി മാറുകയാണ്. തീർച്ചയായും സമാനതകളില്ലാത്ത വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. കൊച്ചി എന്ന മഹാനഗരത്തിൻ്റെ അവകാശികളായി ആ പാവപ്പെട്ട മനുഷ്യർ കൂടി മാറുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. ഇത് നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തും? ഇത് നമ്മൾ എങ്ങനെ വാക്കുകൾ കൊണ്ട് പറയും? നിങ്ങൾ കണ്ടറിയുക. ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ടല്ലോ. കഴിഞ്ഞൊരു 10 വർഷം മുൻപാണെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച ചിന്തിക്കാനോ പറയാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് ഈ നാടങ്ങനെ മാറുകയായിരുന്നു. ഈ നാട്ടിൽ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യമാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ ഇറങ്ങിയെത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് 394 കുടുംബങ്ങൾ ആ വീട്ടിൽ അന്തിയുറങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന ആ സുന്ദര നിമിഷം. ഇനി ഏതാനും മിനിറ്റുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വീടുകളുടെ താക്കോൽ അതിൻ്റെ ഉടമസ്ഥർക്ക് കൈമാറും. നേരത്തെ ആ ഉമ്മ പറഞ്ഞതുപോലെ അവർ വിശ്വസിക്കുന്ന ആ പടച്ചോൻ്റെ അനുഗ്രഹം, അതിനപ്പുറം എന്തു വേണം ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും നേതാക്കൾക്കുമൊക്കെ അല്ലേ? എത്രമാത്രം തിളക്കത്തോടെയാണ് ഉമ്മ ആ വാക്കുകൾ നമ്മളോട് പറഞ്ഞത്. ആ വാക്കുകളിലുണ്ട് സർക്കാരിനുള്ള നന്ദി. സർക്കാർ അവർക്ക് എന്താണെന്ന് ആ വാക്കുകളിൽ നമ്മളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.